അമേരിക്കൻ ചരിത്രം മുഴുവൻ നോക്കുമ്പോഴും ഇതൊരു പുതിയ പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നൊരു സാധനമൊന്നുമല്ല. ഇവിടെ നിന്ന് നോക്കുന്നവർക്ക് അതൊരു വലിയ വിപ്ലവാത്മകമായ പുരോഗമനാത്മകമായ ഒരു രാജ്യമാണെന്ന് തോന്നുമെങ്കിലും വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു രാജ്യം തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുപോക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇത് പണ്ടേ തിരിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അത് കുറച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈഡായിട്ട് ബോൾഡായിട്ട് അവർ പറയുന്നു എന്നുള്ളതാണ്. ബിഷപ്പിനെ പോലും അഭിസംബോധന ചെയ്തത് ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ട്രംപ് വിരോധിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള. അപ്പം ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെയും ഇങ്ങനെ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ട്രോളുകൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഹോമോസെക്ഷുവാലിറ്റി ബാൻഡാണ്, വധശിക്ഷ. പക്ഷേ അവിടെ ട്രാൻസ്ജെൻഡർ ആവുക എന്ന് പറയുന്നത് ലീഗലാണ്. ഗേ ഫ്രണ്ട്ലി ആയിട്ടുള്ള പള്ളികളുണ്ട്, ഇമാമുകളുണ്ട്, കൂട്ടായ്മകളുണ്ട്. അതുപോലെ ഗേ വ്യക്തികൾക്ക് കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്ന ഇമാമുകൾ ഉണ്ട്, പള്ളികളുണ്ട്. ഗവേഷകനും എഴുത്തുകാരനുമായ അനസ് NS ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അനസ്, വെൽക്കം. അനസ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഗവേഷണമെല്ലാം ഉണ്ട്, പക്ഷേ ഒരു ക്യൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിലും അനസ് അത്യാവശ്യം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ട്രംപിൻ്റെ നടപടിയെ പറ്റിയാണ്. അധികാരം ഏറ്റെടുത്തു, ഉടൻ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്യുന്നു. ഇനി ആണും പെണ്ണും മാത്രം മതി അമേരിക്കയിൽ എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് നമുക്കൊരു ചെറിയ നടപടിയായിട്ട് തോന്നാമെങ്കിലും ഒരു ലോങ് ലൈൻ ഇംപ്ലിക്കേഷനുള്ള ഒരു നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഏറ്റവും ബേസിക്കായ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ ഈ അഭിമുഖം തുടങ്ങാം. എന്താണ് അതിൽ ഒരു ക്യൂർ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ താങ്കളുടെ ഒരു ടേക്ക്? അമേരിക്കൻ ചരിത്രം മുഴുവൻ നോക്കുമ്പോഴും ഇതൊരു പുതിയ പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നൊരു സാധനമൊന്നുമല്ല. ട്രംപിൻ്റെ മുൻകാല ഭരണവും ഈ പറയുന്ന ട്രാൻസ് വിരുദ്ധ നടപടികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള, അതിന് മുൻപുണ്ടായിരുന്ന ഒബാമ കൊണ്ടുവന്ന കുറേ പ്രോ ക്യൂർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സെയിം സെക്സ് മാരേജ് ഒഴിച്ച് ബാക്കിയുള്ള പട്ടാളത്തിനകത്തുള്ള ട്രാൻസ്ജെൻഡർ ഇൻക്ലൂഷൻ അടക്കം ട്രംപ് വന്നിട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ ബൈഡൻ വന്ന ശേഷമാണത് റീസ്റ്റാർട്ട് ചെയ്തത്. ട്രംപ് വീണ്ടും വരുമ്പോൾ അതിനെ കൊണ്ടുവന്ന എന്തൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പ്ലസ് ചെയ്തതാണ് ഒഫീഷ്യൽ രേഖകളിലോ ഫെഡറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലോ മെയിൽ ഫീമെയിൽ എന്നതിന് പുറത്ത് മറ്റൊരു ജെൻഡറും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ ഒരു ഫെഡറൽ തീരുമാനമായിട്ട് കൂടി കൊണ്ടുവന്നു എന്നുള്ളതാണ് പുതിയൊരു വ്യത്യാസം. അപ്പോൾ ഇത് മുൻപും അമേരിക്കയുടെ ചരിത്രം നോക്കുമ്പോൾ അമേരിക്ക വളരെ ഇവിടെ നിന്ന് നോക്കുന്നവർക്ക് അതൊരു വലിയ വിപ്ലവാത്മകമായ പുരോഗമനാത്മകമായ ഒരു രാജ്യമാണെന്ന് തോന്നുമെങ്കിലും വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു രാജ്യം തന്നെയാണ്. ഇവിടെയുള്ളവർക്ക് നോക്കുമ്പോൾ അവരുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്തോ വലിയ വിപ്ലവമാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ 2003 വരെയും ഈ പറയുന്ന അങ്ങേയറ്റം റിഗ്രസീവ് തന്നെ ആയിരുന്നു ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും. ട്രാൻസ്ജെൻഡർ നയങ്ങൾ പോലും അന്നും മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പലയിടത്തും ഇപ്പോഴും അമേരിക്കയിലെ പല കോടതികളിലും പല സ്റ്റേറ്റുകൾ, അവിടെ ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോ രീതിക്കുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്ന ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ അവിടെ ഓരോ സ്റ്റേറ്റുകളിലും പല പല കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ അവിടെ സ്കൂൾ ലൈബ്രറികളിൽ ഹോമോസെക്ഷുവാലിറ്റി, LGBT, ട്രാൻസ്ജെൻഡർ വരുന്ന കണ്ടന്റുള്ള പുസ്തകങ്ങൾ നിരോധിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹർജികൾ കഴിഞ്ഞ ആഴ്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ട്രംപിൻ്റെ വിജയം ഉണ്ടാകുന്നതും. അത് വിജയം തൊട്ട് തന്നെ പലതരം ആശങ്കകൾ അമേരിക്കയ്ക്ക് പുറത്തുള്ള കാനഡയിലുള്ള ആളുകളൊക്കെയും തന്നെ പറയുന്നുണ്ട്. ട്രംപിൻ്റെ ഭരണം എങ്ങനെയായിരിക്കും അവിടുത്തെ ക്യൂർ മനുഷ്യരെ, LGBT മനുഷ്യരെയൊക്കെ ബാധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അവർക്കൊരു ഒരു ട്രയൽ 4 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ട്രംപിൻ്റെ ഒരു ഭരണകാലം വന്നപ്പോൾ തന്നെ എന്തായിരുന്നു എന്നുള്ള അറിയാം. അപ്പം അതിന് മുൻപും ഈ പറയുന്ന ഒബാമയ്ക്ക് മുമ്പുള്ളൊരു കാലഘട്ടവും ഒബാമയുടെ 8 കൊല്ലത്തിന് മുമ്പുള്ള കാലഘട്ടവും കുറേ റിഗ്രസീവ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പ്രധാന വിഷയങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ ആണ് ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റിയുടെ ബന്ധപ്പെട്ടുള്ള ഈ ഡീക്രിമിനലൈസേഷൻ പോലുള്ള സാധനങ്ങളുടെ തലത്തിലുള്ള സാധനങ്ങൾ 2003 ആയിട്ടേ നടക്കുന്നുള്ളൂ. അതായത് 2000-ന് ശേഷം മാത്രം ഈ ടോക്സ് പ്രോഗ്രസീവ് തലത്തിലോട്ട് എത്തിയൊരു രാജ്യമാണ്. അതിന് മുൻപേ തന്നെ കാനഡയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അതിന് മുമ്പ് തന്നെ ഏഷ്യൻ രാജ്യമായ തായ്വാനിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗലൈസേഷനും നടന്നു കഴിഞ്ഞു. എന്നിട്ടൊക്കെ ശേഷമാണ് അമേരിക്കയിൽ സാധനം വന്നത്. അപ്പോൾ അമേരിക്ക ഒരു ലോക പോലീസായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് തന്നെ നമുക്ക് അവിടെ നടക്കുന്നത് എല്ലാം ലോകത്തെ ബാധിക്കും എന്നുള്ളൊരു ചിന്തയും കൂടെ വരുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അമേരിക്കയിലുള്ളത് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുപോക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇത് പണ്ടേ തിരിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അത് കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് വൈഡായിട്ട് ബോൾഡായിട്ട് അവർ പറയുന്നു എന്നുള്ളതാണ്.
ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളുടെ ഭാഷ കുറച്ചുകൂടി ഹാർഷായിട്ട് അവിടെ ഇനി വരുമെന്ന് തന്നെയാണ് അവിടെയുള്ള ആക്ടിവിസ്റ്റുകളും മറ്റ് വ്യക്തികളും സ്റ്റുഡൻസും അലൈസ് ആയിട്ടുള്ളവരൊക്കെ പറയുന്നത്. ഈ ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ മാത്രമല്ല എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബിഷപ്പ് ട്രംപിനോട് നേരിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. അത് ഒരു സദസ്സിനൊപ്പം ഇരുന്നുകൊണ്ട് അവർ പറയുന്ന ഒരു പബ്ലിക്കായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ട്രംപ് അതിനോട് പ്രതികരിക്കുന്നത് നിങ്ങൾ മാപ്പ് പറയണമെന്നാണ്. അതായത് അമേരിക്കയിൽ ക്രിസ്ത്യാനിറ്റി എത്രത്തോളം ബലമുണ്ടെന്നും ട്രംപിൽ എത്രത്തോളം വിശ്വാസിയാണെന്നും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സോ അതിൽ തന്നെ ഉന്നതനായ ഒരു വൈദികൻ പറയുന്നത് പോലും ട്രംപ് കാണുന്നത് വേറൊരു രീതിയിലാണ്. സോ അവിടെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്ത് തരം പ്രത്യയശാസ്ത്രമായിരിക്കും ഇത്തരം മനുഷ്യരെ ഡ്രൈവ് ചെയ്യുന്നത്? ഇപ്പോൾ ട്രംപ് അടക്കമുള്ള ഒരു വലതുപക്ഷ കൺസർവേറ്റീവ് ആളുകൾ മൂല്യങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുടുംബം, അതും ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള കുടുംബം, രാജ്യസ്നേഹമായിട്ട് അവർ ഇതിനെയൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ രാജ്യസ്നേഹിയാകാൻ പറ്റുകയുള്ളൂ. അതായത് ഒരു വൈറ്റ് ആയിട്ടുള്ള പുരുഷൻ അധികാരം കൈയാളുന്ന ഒരു രീതിയുടെ കംഫർട്ട്നെസ് അവർക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആ ഒരു പൊളിറ്റിക്സിനകത്ത്. അപ്പം അതിന് പുറത്ത് നിൽക്കുന്ന എല്ലാത്തരം സാധനങ്ങളും അവർക്ക് റാഡിക്കലാണ്, ലെഫ്റ്റ് ലിബറലാണ്, അതൊക്കെയാണ്. ഒരു മതവിരുദ്ധതയെക്കാളും വലിയ പ്രശ്നമാണ് ലെഫ്റ്റ് ലിബറൽ ആവുക, ലെഫ്റ്റ് ആവുക എന്ന് പറയുന്നത്. ബിഷപ്പിനെ പോലും അഭിസംബോധന ചെയ്തത് ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ട്രംപ് വിരോധിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള. അപ്പം ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ക്രിസ്തുവിനെയും ഇങ്ങനെ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ട്രോളുകൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം സ്നേഹത്തെക്കുറിച്ച് പറയുന്നവരെ നിങ്ങൾ ലെഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ അവിടെ ആത്യന്തികമായിട്ട് ഏത് പൊളിറ്റിക്സിന് ബലം കിട്ടുന്നു എന്നുള്ളത് ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ സ്നേഹിക്കാനും അവരോട് കരുണയുണ്ടാകൂ, മേഴ്സി ഉണ്ടാകൂ എന്നുള്ള വാചകമേ പറഞ്ഞുള്ളൂ. വിപ്ലവകരമായിട്ട് ബിഷപ്പിന്റെ വാചകങ്ങളിൽ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല. പക്ഷെ ആരോടാണ് സംസാരിക്കുന്നത്, ഏത് ദിവസമാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ ആ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന 2 ജെൻഡറുകൾ മാത്രമുള്ള, അവർ തമ്മിലുള്ള വിവാഹം, അവർ തമ്മിലുണ്ടാക്കുന്ന കുടുംബം, അങ്ങനെയുള്ള മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യസങ്കല്പങ്ങൾ, ഇത് മാത്രമാണ് അമേരിക്കൻ മൂല്യമെന്ന് പറയുകയും അതിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ച് വരുന്നത് ഇത്തരം കുടുംബങ്ങൾ മാത്രം നിലനിൽക്കുന്ന, ഈ മൂല്യങ്ങൾ മാത്രമുള്ള, ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ലാത്ത, ഹോമോസെക്ഷൽ വ്യക്തികളൊന്നും എക്സ്പ്ലിസിറ്റ്ലി ഒന്നും ചെയ്യാത്ത അവർ നിലനിന്നോട്ടെ. പക്ഷെ അതിലൊക്കെ മയം വന്നിട്ടുണ്ട്. പണ്ടത്തെ ആക്ടിവിസത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള മാറ്റം ഇതാണ്. മുഴുവൻ പണ്ട് ഹോമോസെക്ഷൽ മനുഷ്യരെയാണ് ആക്രമിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ അത് മയപ്പെടുത്തുകയും ട്രാൻസ്ജെൻഡർ മനുഷ്യരെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നത്. ഇത് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. ഇത് ക്യോർ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ സ്പ്ലിറ്റിന് കാരണമായിട്ടുണ്ട്. അവിടെ തന്നെ ട്രാൻസ്ജെൻഡർ വിരുദ്ധരായിട്ടുള്ള സിസ്ജെൻഡർ ക്യോർ ആൾക്കാരുടെ ഒരു എണ്ണം കൂടുതലുണ്ട്. ഇപ്പോൾ UK തന്നെയും JK റോളിങ്ങിൻ്റെയൊക്കെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ ട്രാൻസ് എക്സ്ക്ലൂഷണറി ആയിട്ടുള്ള ലെസ്ബിയൻ ഗേ അലൈസ് ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവരെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറഞ്ഞാൽ വേഷം കെട്ടിയൊരു പുരുഷൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കില്ല. അതങ്ങനെയാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന, അവരുടെ സ്പേസസുകളെ ചൂഷണം ചെയ്തെടുക്കുന്ന, അവരുടെ എല്ലാ അവകാശങ്ങളെയും ചൂഷണം ചെയ്യുന്ന ഒരു പുരുഷനാണ് ഇവരെ സംബന്ധിച്ച് ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്. അതായത് ബയോളജിക്കൽ സെക്സിൽ മാത്രമാണ് അവർ ഊന്നുന്നത്. അത് തന്നെയാണ് ഈ പറയുന്ന ജെൻഡർ ഐഡിയോളജി എന്ന് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്നവരുടെയൊക്കെ അതിനെതിർത്ത് പറയുന്നവരെന്ന് പറയുന്നവരെല്ലാം ഈ പറയുന്ന നിങ്ങൾ ജനിക്കുന്നതെന്തോ അതിനകത്ത് നിൽക്കുക എന്നതിനപ്പുറത്തൊന്നും ബാക്കിയെല്ലാം ഐഡിയോളജിയാണ്, എന്തോ പ്രത്യയശാസ്ത്രമാണ്, മാഫിയാണ്, മറ്റൊരു കാര്യങ്ങൾ അവർക്ക് അറിയണ്ട, ലിവിഡ് എക്സ്പീരിയൻസ് ഒന്നും അവർക്ക് ചിന്തയില്ല. ഈ പറയുന്നത് തന്നെയാണ് അവർക്ക് മുന്നോട്ട് പറയാനുള്ളത്. അവർക്ക് അതിൻ്റെതായ ലോജിക്കുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. കേൾക്കുന്നവർക്ക് ലോജിക്കലി ശരിയല്ലേ? കാരണം സ്വന്തം ജീവിതത്തിന് പുറത്തുള്ള ഒന്നിനെക്കുറിച്ചും അങ്ങനെ കാര്യമായി ലോജിക്കലി ചിന്തിച്ചെടുക്കാൻ മനുഷ്യർക്ക് താല്പര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പുറത്തുള്ളത് എല്ലാത്തിനെയും ആരെങ്കിലും എതിർത്താലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ആരും കൂടെ ഇല്ലാതായാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള നിലപാട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്നവരുടെ എണ്ണമാണ് വളരെ കൂടുതൽ. അതിൻ്റെ ഭാഷ കുറച്ചുകൂടി ക്രൂരമാകുന്നു, ഹാർഷാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസാരിച്ചു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഒരു ഇരകളായിട്ട് ക്യൂർ മനുഷ്യർ മാറുന്നുണ്ട് എന്നാണ്. അത് തന്നെയല്ലേ പറഞ്ഞു വന്നത്? അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രതിരോധം ആവശ്യമുണ്ടല്ലോ. എങ്ങനെയാണ് ഈ പ്രതിരോധം വരുന്നത്? ഈ ക്യൂർ മനുഷ്യർ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? റൈറ്റ് ലെഫ്റ്റ് പറയുമ്പോഴും ഈ ചില ചരിത്രത്തിൽ നോക്കുമ്പോൾ ക്യൂർ മനുഷ്യരെ വേട്ടയാടിയിട്ടുള്ളവരിൽ ചിലപ്പോൾ റൈറ്റ് വിങ്ങിനേക്കാളും കൂടുതൽ ലെഫ്റ്റ് വിങ് ഒരു കാലത്ത് ഉണ്ടായിരുന്നു.
കാരണം അവരെ സംബന്ധിച്ച് അതൊരു എന്താണ് സെക്ഷുവാലിറ്റിയുടെ ഈ എന്താണ് കമ്മോഡിഫിക്കേഷൻ ആയിട്ടാണ് അവർ ഹോമോസെക്ഷുവാലിറ്റിയെ കണ്ടത്. അതിനെ കച്ചവടവൽക്കരിക്കുക, സെക്സ് ടൂറിസത്തിന് വേണ്ടി കൊണ്ടുപോവുക, അങ്ങനെയുള്ള കുറേ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഹോമോസെക്ഷുവാലിറ്റിയെ അതുപോലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ അവരുടെ ക്രോസ് ഡ്രസ്സിങ്ങിനെ സർജറിയൊക്കെയും കണ്ടിരുന്ന ഒരു ലെഫ്റ്റ് വിങ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ വിശ്വാസത്തിൽ എന്താണ് അതുവരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനെയൊക്കെ എന്താണ് ഇത് മുതലാളിത്തം ഇമ്പോർട്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങളാണ്, കാശുണ്ടാക്കാനും പ്ലഷറിനെ എന്താണ് മുന്നോട്ട് വെച്ച് അത് വെച്ച് എന്താണ് കാശ് സമ്പാദിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ഒരു എക്സെപ്ഷൻ ഒരു വളർച്ചയാണ് ഈ പറയുന്നത് എന്നൊക്കെയുള്ള വിശ്വാസം. അത് കേരളത്തിലടക്കമുള്ള ഇപ്പോൾ എം വിജയൻ മാഷൊക്കെ മരിക്കുന്ന കാലം വരെയും എന്താണ് അന്ന് ഉയർന്നു വന്നുകൊണ്ടിരുന്ന LGBT പൊളിറ്റിക്സിനെ എതിരായിരുന്നു. കാരണം അദ്ദേഹം ആ രീതിക്കുള്ള ഒരു മാർക്സിസ്റ്റ് വിശ്വാസിയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചത് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത എന്തോ ആണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്താണ് ഹോമോസെക്ഷൽ വ്യക്തികൾക്ക് സംഘടന വേണമെന്ന് പറയുന്നത് അശ്ലീലമാണ് എന്നുള്ള ഒരു പ്രസ്താവന തന്നെ വിജയൻ മാഷ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത് വിശ്വാസം അങ്ങനെയായിരുന്നു. ഇപ്പോൾ പലരും അങ്ങനെ ഉണ്ടായിരുന്നിട്ട് മാറിയിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കെഇൻ്റെ ഒക്കെ ആദ്യകാലത്തതും പിന്നീടുള്ളതായിട്ടുള്ള പ്രസ്താവനകൾ നോക്കുമ്പോൾ വ്യത്യാസം കാണുന്നുണ്ട്. കാലം മാറുന്നതനുസരിച്ച് ഇപ്പോൾ വിജയൻ മാഷൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മാറിയനെ എന്ന് പറയാനേ പറ്റൂ. എന്തായാലും അദ്ദേഹം അവസാന കാലം വരെയും എന്താണ് ആ ഇടത് വിശ്വാസം. അപ്പോൾ ഈ എന്താണ് മാറ്റങ്ങൾ ഇപ്പോൾ ക്യൂബയിൽ ഉണ്ടാകുന്നുണ്ട്. കാസ്ട്രോയുടെ കാലത്തുള്ള കാലം, പിന്നീട് അവസാന കാലത്തുള്ള മാറ്റം. എന്നാലും അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഇടങ്ങളായി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഗുലാഗുകൾ പോലെയുള്ള എന്താണ് തടവറകളിൽ ഹോമോസെക്ഷൽ മനുഷ്യരെയും അടക്കം സെക്ഷുവാലിറ്റി കൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സെക്ഷുവാലിറ്റിയും അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർക്കും എന്താണ് അടിച്ചമർത്തൽ പണിഷ്മെൻറ്റ്സ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങളുണ്ടായ ശേഷം ഈ പറയുന്ന സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള വാല്യൂസിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അതും ഈ പറയുന്ന പല മതങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ മതങ്ങൾക്കും ഓരോ റേഞ്ചിലാണ് ഇതിനെ എതിർക്കാൻ തോന്നുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി പോലും എല്ലാ സെക്റ്റും ഒരുപോലെയല്ല എതിർക്കുന്നത്. ഇപ്പോൾ റോമൻ കത്തോലിസിസം അത്ര ഹാർഷായിട്ട് എതിർക്കില്ല. കാരണം അതുകൊണ്ടാണ് പോപ്പിൻ്റെ പ്രസ്താവനകളൊക്കെ ആ രീതിയിൽ വരുന്നത്. പക്ഷെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വിഭാഗത്തിൽ. അതുകൊണ്ടാണ് അമേരിക്ക, UK അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെയും ആ ഒരു എന്താണ് നിലപാട്. അത് ഈ LGBT റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണ് ഈ ഹോമോസെക്ഷൽ ആളുകൾ, അതായത് സിസ്ജെൻഡർ ആയിട്ടുള്ള ക്യൂർ ആളുകൾ, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ക്യൂർ ആളുകൾ എന്നിവർക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുത്ത് ഇവരെ തമ്മിൽ തന്നെ വിഘടിപ്പിക്കുന്ന തരം രാഷ്ട്രീയം ഈ റൈറ്റ് വിങ്ങിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്ജെൻഡർ ക്യൂർ ആയിട്ടുള്ള റൈറ്റ് വിങ് ആളുകളുണ്ട്. കൺസർവേറ്റീവ് ഗേ മെൻ എന്ന് പറയുന്ന അസോസിയേഷൻസ്, സംഘടനകൾ തന്നെ അമേരിക്കയിലും UK-യിലും ഉണ്ട്. അതായത് ഫാമിലി വാല്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഗേ മെൻഷർ. അവരെ സംബന്ധിച്ച് ഫാമിലിയിൽ എന്താണ് ഈ പറയുന്ന സോക്കോൾഡ് മാന്യമായി ജീവിക്കുന്ന എന്താണ് സെയിം സെക്സ് പാർട്ട്ണറും അവർ എന്താണ് മതപരമായിട്ട് അവർ കുട്ടികളെ വളർത്തുന്നവർ, അതിനപ്പുറത്തോട്ട് രാജ്യത്തിൻ്റെ മറ്റ് വാല്യൂസിനെ ഒന്നും എന്താണ് ലംഘിക്കാത്ത രാജ്യസ്നേഹികളായ എന്താണ് ക്യൂർ മനുഷ്യരെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് തന്നെ എന്താണ് അത് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇന്ത്യയിൽ തന്നെ പല എന്താണ് വലതുപക്ഷ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഹിന്ദുത്വയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡർ മനുഷ്യർ, ക്യൂർ മനുഷ്യർ ഒക്കെ ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ എന്താണ് വലതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന ഒരു ബൈനറി സ്വഭാവത്തിലൊന്നും അല്ല, ഇത് വളരെ ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പോഴും പൊതുരാഷ്ട്രീയം പറയുമ്പോൾ എന്താണ് ഒരു ഇടത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന മൈനോറിറ്റി ഇൻക്ലൂഷൻസ്, ബ്ലാക്ക് പീപ്പിളിനോടുള്ള, കളേർഡ് പീപ്പിളിനോടുള്ള എന്താണ് എമ്പതി എന്ന് പറയുന്നത്, കാലാവസ്ഥ, അതുപോലെ എന്താണ് ഗ്രീൻ പൊളിറ്റിക്സ്, ഇതെല്ലാം ഇടതിൻ്റേതും അതിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം വലതിൻ്റേതും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും വരാറുണ്ട്. പക്ഷേ ചരിത്രം നോക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ റിപ്പബ്ലിക്കനായിട്ടുള്ള ട്രംപിൻ്റെ പിന്നീട് നോക്കുമ്പോൾ അബ്രഹാം ലിങ്കൺ റിപ്പബ്ലിക്കനായിട്ട് വന്ന, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി തുടങ്ങിയത് തന്നെ അടിമത്തത്തിനെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതിനെതിരായിട്ട് വന്നൊരു സാധനമാണ്. അങ്ങനെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായിട്ട് വന്നൊരു സാധനമാണ്. പിന്നീടാണ് ആ ഒരു ട്രൂമാൻ, റോസ്വെൽറ്റ് അങ്ങനെയൊക്കെ പോകുന്ന ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ പലയിടത്തും പല സ്പിറ്റുകൾ വരുന്നുണ്ട്. ജോർജ് ബുഷിന് ശേഷമാണ് ഇന്ന് കാണുന്ന സീനിയർ ബുഷ്, ജൂനിയർ അല്ല, സീനിയർ ബുഷിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഒരു കൺസർവേറ്റീവ്സും അമേരിക്ക ആ രീതിയിൽ രൂപപ്പെട്ടു വന്നത്. വലതുപക്ഷം എന്നാൽ ഇങ്ങനെയാണ് എന്നുള്ള സ്വഭാവത്തിൻ്റെ ഏറ്റവും, അതായത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, അത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന ശേഷമുള്ള അമേരിക്കയിലെ വലതു വന്ന ആ ഒരു
വലത് സ്വഭാവമാണ് ഇന്ന് നിലവിൽ വലതായിട്ട് ആളുകളും നമ്മളെല്ലാവരും കൂടുതലായിട്ട് കണക്കാക്കുന്നത്. അത് ഏകദേശം ഈ പറയുന്ന ഫാമിലി വാല്യൂസിനെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്നത് ക്യൂർ വിരുദ്ധമായിട്ടുള്ള, ട്രാൻസ്ജെൻഡർ വിരുദ്ധമായിട്ടുള്ള, സെയിം സെക്സ് ലിവിങ്ങിനെ ഒക്കെ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളും എന്താണ് ബേസിക്കായിട്ട് തന്നെ ഒരു നിയമം കൊണ്ടുവന്നില്ലെങ്കിലും പോലും ക്യൂർ വിരുദ്ധരാണ് എന്നുള്ളൊരു സാധനത്തിലോട്ട് വരും. അതിനകത്ത് തന്നെ വളരെയധികം സംവാദാത്മകത കുറവാണ്. ആ രാജ്യങ്ങളിലെ കോടതികളോ മറ്റേതെങ്കിലും നിയമ സംവിധാനങ്ങളോ വഴി ആയിരിക്കും ക്യൂർ മനുഷ്യർക്ക് പിന്നെയും അവകാശങ്ങൾ കിട്ടുക. ഇപ്പോൾ അമേരിക്കയിൽ പോലും എന്താണ് കോടതി വഴിയിട്ടുള്ള ഈ പറയുന്ന ആ ഒരു നീക്കത്തിനാണ് സാധ്യത. അപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, എന്താണ് 4 ജഡ്ജികൾ 70 വയസ്സ് കഴിഞ്ഞവരാണ് സുപ്രീം കോർട്ട് US. അവർക്ക് ശേഷം അവരെ നിയമിക്കാനുള്ളത് ട്രംപ് തന്നെയാണ്, ട്രംപ് ഭരണമാണ്. അപ്പോൾ ഒരു മെജോറിറ്റി ജഡ്ജികളെ 40 കൊല്ലത്തോളം ഇവർക്ക് പറ്റുന്ന പൊളിറ്റിക്കൽ അലൈനുള്ള ജഡ്ജിമാരെ നിയമിക്കാൻ ട്രംപിന് പറ്റും. അപ്പോൾ അതുവഴി ഈ പറയുന്ന കോടതി വഴിയിട്ടുള്ളതിനും കുറച്ച് തടയിടാനുള്ള സാധനങ്ങൾ അവർക്ക് പറ്റും. അങ്ങനെ അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ റൈറ്റ് വിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ പറ്റില്ല. അതിൻ്റെ അകത്തും ഈ പറയുന്ന ട്രംപ് വാദികളായിട്ടുള്ള ഒരുപാട് ക്യൂർ മനുഷ്യരുണ്ടാവും. ഒരു റൈറ്റ് വിങ് മാത്രമായി ചുരുക്കപ്പെടുത്തേണ്ടതില്ല, മറിച്ചൊരു പൊതുവായി ഈ പറയുന്ന അതിനകത്ത് തന്നെയും എന്താണ് ഫാർ റൈറ്റ്, കുറച്ച് പകുതിയുള്ള റൈറ്റ്, കുറച്ച് ഫാമിലിയൊക്കെയാണ് വേണ്ടത് എങ്കിലും ഇത്ര ക്രൂരരാവണ്ട എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പോൾ ബിഷപ്പിന്റെ അതിനോട് യോജിക്കുന്ന കൺസർവേറ്റീവുകൾ ഉണ്ടാകും, എന്നാലും ഒരു ബിഷപ്പല്ലേ പറഞ്ഞത് കേൾക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതിങ്ങനെ ആ ഒരു സ്പെക്ട്രം ഉണ്ടാവും. US മാത്രം ഞാൻ ചർച്ച തുടരേണ്ടെന്ന് ആലോചിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ തായ്ലാൻഡ് കഴിഞ്ഞ ദിവസമാണ് സെയിം സെക്സ് മാരേജ് ലീഗലി റെക്കഗ്നൈസ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഒരു വശത്ത് എനിക്ക് തോന്നുന്നു US ഇപ്പോൾ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളും പല രീതിയിൽ സെയിം സെക്സ് മാരേജുകളും മറ്റൊക്കെ ലീഗലൈസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകം ഒരു വശത്ത് പിന്നോട്ട് പോവുകയും ഒരു വശത്ത് മുന്നോട്ട് പോവുകയുമാണോ ചെയ്യുന്നത്? ഇതിലേതാണ് ഒന്നല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ എന്തുതരം വാല്യൂസിനെയാണ് ഈ മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിനൊന്നും ഇത് പുതിയതല്ല. ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണലി നോക്കുമ്പോൾ ഇപ്പോൾ തായ്ലൻഡിൽ 5 ജെൻഡർ കൺസെപ്റ്റ് പാരമ്പര്യമായിട്ടുള്ള രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. 5 തരം ജെൻഡറുകളിലാണ് മനുഷ്യരുള്ളത് എന്നുള്ളത് അവിടെ അംഗീകരിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ സർജറികളൊക്കെയും കൂടുതലായിട്ട് നടക്കും, അത് എഫക്റ്റീവായി നടക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. അതായത് വളരെ പ്രോക്യൂർ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് പണ്ട് തൊട്ടേ നിലനിൽക്കുന്ന രാജ്യമാണ്. ലീഗലി ഈ പറയുന്ന സെയിം സെക്സ് മാരേജ് അംഗീകരിക്കപ്പെട്ടത് ഇപ്പോഴാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഏഷ്യയിലെ 3ാമത്തെ രാജ്യമാണത്. ഇപ്പോൾ നമ്മളെക്കാളും സോക്കോൾഡ് എന്താണ് റിഗ്രസീവ് എന്ന് തോന്നുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ നേപ്പാളിൽ ഹോമോസെക്ഷുവാലിറ്റി അത് വർഷങ്ങളോളം എന്താണ് രാജഭരണത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഡെമോക്രസിയിലോട്ട് വന്ന് പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെയാണ്. അതായത് ആ ഒരു രാജ്യത്തിന് പറ്റുന്ന ഡെമോക്രാറ്റിക് വിജയങ്ങളെക്കുറിച്ച് പലരും പഠിക്കപ്പെടാറുണ്ട്. ഒരു ഏഷ്യൻ രാജ്യത്ത് നേപ്പാളിന് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏഷ്യയിൽ തായ്വാന് ശേഷം തായ്വാൻ വളരെ എന്താണ് നേരത്തെ തന്നെ എന്താണ് ഹോമോസെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു രാജ്യമാണ്. ഈ പറയുന്ന അവിടെ ഏറ്റവും സമാധാനപരമായിട്ട് ഒരു ക്യൂർ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങളിലൊന്നായി ലോകത്ത് തന്നെ പറയപ്പെടുന്ന ഒന്നാണ് തായ്വാൻ. പിന്നെ അത് ഇസ്രായേലാണ് എന്ന് ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തെല്ലവീവാണ് ലോകത്തിലെ ഗേ മെക്ക എന്നൊക്കെ പറയുന്ന അവർ പരസ്യം കൊടുക്കാറുണ്ട്. അപ്പോഴും പോയ അനുഭവമുള്ള ക്യൂർ ആൾക്കാർ തന്നെ പറയുന്നത് തായ്വാനാണ്, അതായത് ഒരു ഏഷ്യൻ കൺട്രിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്താണ് ക്യൂർ ഫ്രണ്ട്ലി ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയാറുണ്ട്. അതിന് ശേഷമാണ് നേപ്പാൾ, അതിന് ശേഷമാണ് തായ്ലൻഡ്. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള എല്ലാ പ്രദേശത്തും ചരിത്രപരമായിട്ട് എന്താണ് ഈ പറയുന്ന ക്യൂർ എന്ന് പറയുന്നതും LGBT എന്ന് പറയുന്നതും ഈ പറയുന്ന എന്താണ് അപരലിംഗർ എന്ന് കുറേ നാൾ പറഞ്ഞിരുന്നൊരു വാക്ക്. അപ്പോൾ എന്ത് വാക്ക് പറഞ്ഞാലും ഈ ബൈനറി ജെൻഡറിനും ഈ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്നതിനും പുറത്തുള്ള എല്ലാത്തരം ആവിഷ്കാരങ്ങളും എന്താണ് വ്യവസ്ഥാപിതമായിട്ട് നിലനിൽക്കുന്ന, അതായത് തെറ്റിയും തെറിച്ചോ ഒളിച്ചോ അല്ല, വളരെ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ ഏഷ്യയിലുള്ള പല രാജ്യങ്ങളും. ചൈന ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഇപ്പോൾ ഓട്ടോമൻ തുർക്കി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങൾ തന്നെയാണെങ്കിലും ഒരു എന്താണ് ഇസ്ലാമിൻ്റെ പല പല എന്താണ് പൊളിറ്റിക്കൽ ഘട്ടങ്ങൾ വരുന്നുണ്ട്. അതിൽ പലപ്പോഴും അത് ക്യൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോമോസെക്ഷൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതാണ്. ഇപ്പോൾ വളരെ ഇപ്പോൾ ഇറാൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഹോമോസെക്ഷാലിറ്റി ബാൻഡാണ്, വധശിക്ഷ. പക്ഷെ അവിടെ ട്രാൻസ്ജെൻഡർ ആവുക എന്ന് പറയുന്നത് ലീഗലാണ്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഗേ വ്യക്തിക്ക് ട്രാൻസ്ജെൻഡറായിട്ട് അവിടെ ലീഗലി ജീവിക്കാം, ഗേ ആയിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ ഇടത്തെയും ക്യൂർ പൊളിറ്റിക്സ് മാറുന്നത് ആ രീതിയിലാണ്.
അപ്പോൾ അവിടെ സർജറി ചെയ്ത ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ഇറാനിൽ ജീവിക്കാൻ പറ്റും. ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് കൺട്രിയിൽ അവിടെ അത് പറ്റുന്നുണ്ട്, ഗേ വ്യക്തിയായിട്ട് പറ്റില്ല. കാരണം അവരുടെ വിശ്വാസത്തിൽ അതാണ് ഏറ്റവും പ്രശ്നം. ഇപ്പോൾ സർജറി പറ്റാത്ത ഇത് രണ്ടും നിരോധിച്ചിട്ടുള്ള ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്. ഇതെല്ലാം കൂടുതലും ഏഷ്യ, മിഡിൽ ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയും എന്താണ് ഈ ഒരു വേദിക് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിന് മുൻപ് തന്നെയുള്ള എന്താണ് ഈ പറയുന്ന കാമസൂത്രമൊക്കെ രചിക്കപ്പെടുന്നത് BC കാലഘട്ടത്തിലാണ്. BC 3, 6 ഒക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന സെയിം സെക്സ് ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്താണ് ബന്ധങ്ങൾ എങ്ങനെ നടക്കണം, അക്സെപ്റ്റിംഗ് എന്താണ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അപ്പുറത്ത് ഇങ്ങനെയും കാര്യങ്ങളുണ്ട്, ഇങ്ങനെയും മനുഷ്യർ തമ്മിൽ സെക്ഷലി ഏർപ്പെടാവുന്നതാണ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രോഗ്രസീവ് എന്ന് പറയുന്ന എന്താണ് സെക്ഷൽ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെയൊക്കെ ആ കാലത്തുള്ള എന്താണ് ചിന്ത എന്താണ് കാമസൂത്രത്തെ കാണാൻ പറ്റും. അപ്പോൾ അതിന് സെയിം സെക്സ് ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ പരസ്പര പരിഗ്രഹം എന്ന് പേരിട്ട് തന്നെ അതിനകത്ത് വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന തൃതീയ പ്രകൃതി എന്ന് പറയുന്ന ഒരു എന്താണ് തേർഡ് ജെൻഡർ എന്ന് പിന്നീടുള്ള കാലത്ത് തേർഡ് എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ പൊളിറ്റിക്കലി ശരിയില്ലാതെ, കാരണം അതൊരു നമ്പറിങ് എന്ന് പറയുന്നത് മാറ്റി നിർത്തലുമാണെന്നുള്ളത് കൊണ്ട് തന്നെ സുപ്രീം കോടതി തന്നെ യൂസ് ചെയ്ത തേർഡ് ജെൻഡർ എന്ന വാക്കിനെ യൂസ് ചെയ്യരുത് എന്നുള്ളത് എന്താണ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ക്യൂർ ആയിട്ടുള്ള LGBT ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്നതിൽ തൃതീയ പ്രകൃതി, അതായത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 ജെൻഡറിനും പുറത്തുള്ള പ്രകൃതത്തിലുള്ള മനുഷ്യർ. അപ്പോൾ അതിൽ പല വ്യക്തികളും ജനിക്കുമ്പോൾ തന്നെ ഇൻ്റർസെക്സ് ആയി ജനിക്കുന്ന മനുഷ്യർ, പല പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളിലൂടെ കാസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നവർ, അങ്ങനെയുള്ള ഇപ്പോൾ ഹിജഡ കൾച്ചറിൽ ജീവിക്കുന്നവർ, അങ്ങനെയുള്ള പല ഇത്തരം 10,000-2000 വർഷത്തിനും പഴക്കമുള്ളതാണ് ഹിജഡ കൾച്ചർ അടക്കം. അത് പാകിസ്ഥാൻ, അത് ബംഗ്ലാദേശ്, ഇന്ത്യ, അങ്ങനെയുള്ളിടത്തും തായ്ലൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെയും ഈ പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇത് മുന്നോട്ട് പോകലാണോ എന്താണ് താഴോട്ട് പോകലാണോ എന്നുള്ളതൊന്നും നമുക്ക് ലീനിയർലി ഒന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി ഇവിടെ ഉള്ളതിൻ്റെ കൾച്ചർ ഇവിടെയുണ്ട്, അതിനെ മനസ്സിലാക്കുന്ന രീതിയാണ് മാറ്റണം. ഇവിടെയൊക്കെ കോളനൈസേഷൻ വന്ന ശേഷമാണ് ഇതിൻ്റെയൊക്കെ ചിന്താരീതി മാറിയത്. എല്ലാം ഈ പറയുന്ന വെസ്റ്റേൺ എന്താണ് യൂറോപ്യൻ ആയിട്ടുള്ള മൊറാലിറ്റി വെച്ച് ഇതിനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതും ഈ പറയുന്ന എല്ലാത്തിൻ്റെയും എന്താണ് തിരിച്ചടികൾ തുടങ്ങുന്നതും ഇതിനെ ക്രിമിനലൈസ് ചെയ്യാൻ തുടങ്ങുന്നതും ഒക്കെയും ഈ കൊളോണിയലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ്. അതുവരെയും ഇതിവിടെ പല രീതിയിൽ നിന്നിരുന്നു. ഇപ്പോൾ മനുസ്മൃതിയിൽ ശിക്ഷ കൊടുക്കുന്ന പ്രസ്താവനകൾ കാണാം. അപ്പോഴും ഇതൊന്നും അദൃശ്യമായിരുന്നില്ല, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതിനെതിരെ ശിക്ഷയും കൂടെ പറയുന്നത്. അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നേ ഇല്ല ഇന്ത്യയിലെന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ വലതുപക്ഷ വാദങ്ങളെയൊക്കെ ഇന്ത്യൻ ടെക്സ്റ്റുകളും ഇന്ത്യൻ ചരിത്ര രേഖകളും തന്നെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ തായ്ലൻഡ് അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് അത് കൾച്ചറലി അവിടെ നിലനിന്നിരുന്ന കാര്യത്തെ അവർക്ക് എന്താണ് ലീഗലി ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവാത്തൊരു സ്ഥലമാണത്. അത് ഇന്ത്യ അടക്കമുള്ള സ്ഥലത്തും ഈ ഇത്രയും വാദങ്ങൾ വെച്ച് 2018 ഈ ഹോമോസെക്ഷുവാലിറ്റി എന്താണ് ക്രിമിനൽ കുറ്റം അല്ലാന്ന രീതിക്കുള്ള ഒരു ഭരണഘടനാ വ്യാഖ്യാനം മുന്നോട്ട് വെക്കുന്നത്, അങ്ങനെ ഒരു വിധി വരുന്നത്. അപ്പോൾ അതുവരെയും എന്താണ് ഈ ഇന്ത്യയിൽ തന്നെയാണ് വർഷങ്ങളോളം ഇത് നിലനിന്നത്, ഇത്രയും കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു കൾച്ചറും കൂടെ അടക്കം എന്താണ് കോട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും കോട്ട് ചെയ്യുന്നുണ്ട് ആ വിധിക്കകത്ത്. ഇത്തരം കാര്യങ്ങൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന കോളനൈസേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ ചർച്ചകളെ മാറ്റിയെടുത്തത്, അതായത് ഒരു മതമൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണകൂടം കുറേ കാലം ഇന്ത്യയെ ഭരിച്ചതിൻ്റെ എല്ലാ മൊറാലിറ്റി സാധനങ്ങളും ഇന്ത്യയിൽ ഉണ്ടായ നിയമങ്ങളിലോട്ടും കൂടെ കടന്നു വന്നു. ഇപ്പോൾ അത് അന്നത്തെ മതമൂല്യത്തിൽ വേറെ മതമൂല്യങ്ങളിലോട്ട് പോകുന്ന അവസ്ഥയും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഈ മതങ്ങൾ ക്യൂർ മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം കുഴപ്പമില്ല. അതിപ്പോൾ നമ്മുടെ വേദിക് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലും ഹിജഡകൾ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ അനസ് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മതങ്ങളും ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അതിനപ്പുറത്ത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പോലും അതിൽ തന്നെ ഇന്റർസെക്സ് മനുഷ്യരെയാണ് മതങ്ങൾ അംഗീകരിക്കുന്നത്. അതായത് ജനിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന സൊക്കോൾഡ് മെയിൽ, സൊക്കോൾഡ് ഫീമെയിൽ എന്ന പൂർണ്ണതാ സങ്കല്പങ്ങളിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഇന്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യർ, അവരിലെ കുറിച്ച് ഇസ്ലാമിലടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരിൽ എന്താണ് അവരുടെ എന്താണ് എങ്ങനെയാണ് അവർക്ക് ആരാധനാക്രമങ്ങൾ, അവരുടെ വസ്ത്രം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ പല 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 പണ്ഡിതർ, ഇസ്ലാമിക പണ്ഡിതരൊക്കെ നടത്തുന്നുണ്ട്. ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ കൂടുതൽ സ്ത്രീ സ്വഭാവമുള്ളവർക്ക് സ്ത്രീകളുടെ നിയമം, കൂടുതൽ പുരുഷ സ്വഭാവമുള്ളവർക്ക്
പുരുഷയുടെ നിയമം എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കാനോൺ നിയമങ്ങളിലൊക്കെയും ഇൻ്റർസെക്സ് മനുഷ്യരുടെ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ബൈബിളിലെങ്കിലും കാനോൺ നിയമങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഹൂദായ കാനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1905 ഇറങ്ങിയ ഒരു കാനോൻ ഒരു പരിഭാഷാ നിയമമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻ്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യർക്ക് സ്വത്ത് കൊടുക്കണ്ട എന്നുള്ള ഒരു വാദത്തെ ഇതിനകത്ത് എതിർക്കുന്നുണ്ട്. അപ്പോൾ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടാത്തവർ എന്ന് പറഞ്ഞൊരു ചർച്ച അതിനകത്ത് വരുന്നുണ്ട്. മതവിശ്വാസി അല്ലാത്തവർ, കുടുംബത്തിൻ്റെ ആദർശങ്ങളിൽ നിന്ന് പുറത്തു പോയവർ. അതിൻ്റെ അവസാനം അതിനകത്ത് നപുംസകൻ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പറയുന്നത് ഒരു ഇൻ്റർസെക്സ് ആയിട്ടുള്ള വ്യക്തി ജനിച്ചു എന്ന് കരുതി അവർക്ക് സ്വത്തിൽ അവകാശമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് എടുത്തു വെച്ചിട്ട്, ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഉണ്ട് എന്നാണല്ലോ ഇവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പുരുഷന് എത്ര അവകാശമുണ്ട് ആ സ്വത്തിൻ്റെ പകുതിയും സ്ത്രീക്ക് എത്ര അവകാശമുണ്ട് ആ സ്വത്തിൻ്റെ പകുതിയും ചേർത്ത് ഇവർക്ക് അവകാശമുണ്ട് എന്നാണ് ആ കാനോൻ നിയമം പറയുന്നത്. അപ്പോഴും ഈ മതങ്ങൾ എപ്പോഴും ഇൻ്റർസെക്സ് മനുഷ്യരെ സഹാനുഭൂതിയുടെയോ ദൈവസൃഷ്ടിയുടെ ഭാഗമായിട്ടോ ഒക്കെയും കണക്കാക്കുന്ന മനുഷ്യരുണ്ട്. ഈ മതങ്ങളടക്കം എങ്ങനെ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ മതങ്ങൾക്കകത്ത് ഇടപെടുന്നത് പല പല ചിന്തകളാണ്. മതങ്ങൾ ഈ പറയുന്ന സയൻസിനെ ഇടപെടുന്നുണ്ട്, സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ മതങ്ങളിലോട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇതൊരു ഇൻ്റർചേഞ്ചിങ് സാധനമാണ്. എല്ലാ മതങ്ങളുടെ കാര്യം പറയുമ്പോഴും ഈ പറയുന്ന അവർ അതുണ്ടായ കാലത്തുള്ള മൂല്യങ്ങളെ പിന്തുടരുക എന്ന് പറയുന്ന ഒരു സമീപനമാണ്. എല്ലാ മതങ്ങളും ഒരു ഹിസ്റ്റോറിക്കൽ പ്രോഡക്ട്സ് ആണ്. ഒരു ചരിത്ര സന്ദർഭത്തിൽ ഉണ്ടായി വന്നതും പിന്നെ ഡെവലപ്പായി പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ചരിത്രം പിന്നീട് വികസിക്കുന്ന അനുസരിച്ച് പലതും അതിലോട്ട് ചേർക്കപ്പെടുന്നുണ്ട്. ഒരു മതവും അതേ രീതിയിൽ വേറൊരിടത് പിന്തുടരുന്നില്ല. രണ്ട് പ്രദേശങ്ങളിലുള്ള മതവിശ്വാസം കൃത്യമായി രണ്ട് തരത്തിലായിരിക്കും. അവിടെ ഉണ്ടായ കൾച്ചറുകളെയൊക്കെ സ്വാംശീകരിച്ചിട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ ഇസ്ലാം കേരളത്തിലുള്ളതുപോലെ കേരളത്തിൽ തന്നെ പല പല സാധനങ്ങൾ ഇപ്പോൾ പല സലഫിസ്റ്റ് അടക്കം അങ്ങനെയുള്ള പല പല സാധനങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ടോക്സ് ഒക്കെ വരുമ്പോഴും കേരളത്തിൻ്റെതായ മാപ്പിള മുസ്ലിംസ് എന്ന് പറഞ്ഞിരുന്ന മനുഷ്യരുടെ സംസ്കാരങ്ങളൊക്കെയും ഇവിടുത്തെ സംസ്കാരത്തോട് കൂടുതൽ ചെയ്ത് ഇവിടുത്തെ വസ്ത്രധാരണ രീതി, ഇവിടെയുള്ളപ്പോൾ നേർച്ച കാഴ്ച അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൾച്ചറലായിട്ടുള്ള ഒരു കേരള മുസ്ലിം ഒരു മാപ്പിള എന്ന് പറയുന്നൊരു, ഇപ്പോൾ ബഷീറൊക്കെ പറയും പോലെ ഞാനൊരു മാപ്പിളയാണെന്ന് പറയുന്ന ആ ഒരു മാപ്പിളത്തമുള്ള മുസ്ലിംസ് പോലെയൊക്കെയുള്ള പലതരം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന മതങ്ങൾക്കകത്ത് പോലും ഇതിനെക്കുറിച്ചുള്ള വാദങ്ങൾ, ഇപ്പോൾ ഗേ ഫ്രണ്ട്ലി ആയിട്ടുള്ള പള്ളികളുണ്ട്, ഇമാമുകളുണ്ട്, കൂട്ടായ്മകളുണ്ട്, പോലെ ഗേ വ്യക്തികൾക്ക് കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്ന ഇമാമുകൾ ഉണ്ട്, പള്ളികളുണ്ട്. ഈ ലോകത്തിൽ കേരളത്തിലില്ല. ഈ പറയുന്ന ഇസ്ലാം അതിൽ തന്നെ പ്രോ ആയിട്ട് സംസാരിക്കുന്ന കുറച്ച് പുരോഹിതരെങ്കിലും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ. കേരളത്തിലടക്കം അങ്ങനെയുള്ളവരുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു ഈ പറയുന്ന ആക്ട് എന്നതിനപ്പുറത്തോട്ട് അവരിതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. കാരണം ബാക്കിയുള്ളത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയായിട്ട് കാണാനുള്ള ഒരു ബോധം അവർക്കുണ്ട്. ഇപ്പോൾ തിയോളജിക്കലായിട്ട് പറയുമ്പോൾ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കാര്യങ്ങളും ആ വ്യക്തിയും ഏത് ദൈവമാണ് വിശ്വസിക്കുന്നത് ആ ദൈവമായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമാണെന്നും ബാക്കി മനുഷ്യരിൽ ഇടപെടേണ്ട എന്നുള്ള ഒരു ചിന്തയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെന്ത് ചെയ്താലും അത് എന്നെ ബാധിക്കുന്നതല്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ള റൈറ്റ് ഈ രാജ്യം തരുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കാനുള്ള എല്ലാ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് പറയുന്ന ഇസ്ലാമിക് പണ്ഡിതരും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പോലും ഈ കൺസർവേറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ എപ്പോഴും കാണും. ഇപ്പോൾ പോലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ബേസിക് കാര്യങ്ങളിൽ വരെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്കയിലെ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞ വീണ്ടും ഓർക്കുകയാണ്, സ്നേഹിക്കാൻ പറഞ്ഞത് വലിയ വിഷയമായിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരേ ജെൻഡറിലുള്ളവർ സ്നേഹിക്കുമെന്ന് പറയുന്നത് അതിലും വലിയ വിഷയമാകുന്നവർ ഉണ്ട്. മനുഷ്യരോടൊന്ന് കരുണ കാണിക്കുമെന്ന് പറയുന്നതിനെ രാജ്യദ്രോഹമായിട്ട് കാണുന്ന മനുഷ്യർ തന്നെ ലോകത്ത് സ്വാഭാവികമായി നിലനിൽക്കുന്നുണ്ട്. ആ ബിഷപ്പിനെ എതിർക്കുന്ന അത്രയും കമന്റുകളാണ് ട്വിറ്ററിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ പറ്റുന്നത്. ഞാനതിനെ ഒന്നുകൂടിയും ഒരു ഷേപ്പിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഇസ്ലാമിലെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ബിഷപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഞാൻ ഈ ക്യൂർ മനുഷ്യർക്ക് മതങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു നിലനിൽപ്പ് സാധ്യമാണോ? സാധ്യമാണ്. കാരണം മതനിരാസം ക്യൂർ ജീവിതത്തിന്റെ അടിസ്ഥാനമൊന്നുമല്ല. ഒന്ന് ഈ മതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതിനെ തിയോളജിക്കലി കാണാം, കൾച്ചറലി കാണാം, സ്പിരിച്വലി കാണാം, ഒക്കെ കാണാം. ഇതിൽ ഏത് തരത്തിലാണ് ഒരു വ്യക്തി മതത്തെ കാണുന്നത്, ദൈവത്തെ കാണുന്നത് അനുസരിച്ച് ഈ പറയുന്ന പേർഷ്യൻ കൾച്ചറിലൊക്കെയും
മിക്കവാറും സൂഫി പണ്ഡിതരും എന്താണ് ഹോമോസെക്ഷൽ പ്രണയങ്ങളെ കുറിച്ച് എഴുതിയവരാണ്. അവരെ പുരുഷനായിട്ടും ദൈവത്തെ പുരുഷനായിട്ടും കണ്ടിട്ട് പ്രണയഭാഷയിൽ എഴുതിയവരാണ്. പ്രണയത്തിൻ്റെ ഭാഷയിലും എന്താണ് അവരുടെ എന്താണ് ശിഷ്യരെ കുറിച്ചുള്ള ലൈംഗികതയുടെ ഭാഷയിലും ഒക്കെ എഴുതിയ സൂഫി കാവ്യങ്ങളുണ്ട്. അവർ വളരെ ഡിവൈൻ ആയിട്ടാണ്, അവരൊന്നും ദൈവനിരാസം ചെയ്തവരല്ല. പല പല കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് ഇന്ത്യയിൽ തന്നെ പല ഈ പറയുന്ന ഇസ്ലാമിക് സൂഫി മനുഷ്യർ മാത്രമല്ല, ഈ പറയുന്ന സൂഫി കൾച്ചറിൽ തന്നെയും ഇസ്ലാമിന് പുറത്തോട്ട് പോകുന്ന സൂഫി കൾച്ചറൊക്കെ ഉണ്ട്, അവരിലും ഉണ്ടാകുന്നുണ്ട്. എല്ലാ മതത്തിലും ഈ പറയുന്ന എന്താണ് മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് സ്വവർഗ പ്രണയങ്ങളെ ആവിഷ്കരിച്ച മനുഷ്യരുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സ് ഇപ്പോൾ മാറിപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെട്ട കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണ് ജെൻഡർ എന്ന് പറയുന്നതിനെ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് പറയാവുന്ന ഒരാൾ എങ്ങനെയാണ് പോർട്രേ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ചർച്ച അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഗർഭപാത്രമുള്ളൊരു വ്യക്തിക്ക് മാർപ്പാപ്പയാകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ പൊളിറ്റിക്സ് അതിന് ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പോൾ അത്തരം മതങ്ങൾക്കകത്ത് ക്യൂർ മനുഷ്യർക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സ്വർഗ്ഗപ്രണയം മാത്രമല്ല, ട്രാൻസ്ജെൻഡർ ആയിട്ടിരിക്കുക, ഇന്റർസെക്സ് ആയിരിക്കുക, അസെക്ഷൽ ആയിരിക്കുക. ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് മതത്തിൽ അസെക്ഷൽ ആയിരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമായിട്ട് മാറും. കാരണം ഫാമിലിയാണ് അവിടുത്തെ അടിസ്ഥാനം, കുടുംബം ഉണ്ടാക്കിയേ പറ്റൂ. അതുപോലെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഈ പറയുന്ന സഭകളുണ്ട്. അപ്പോൾ അവിടെ അപ്പോൾ കത്തോലിക്ക മതത്തിലാണെങ്കിൽ ഒരു പുരോഹിതനായാൽ എന്താണ് ഈ പറയുന്ന പല ടോക്സിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എന്താണ് ഈ സെലിബസി എന്താണ് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഈ ടോക്സിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സഭയിലുള്ള ആൾക്കാണെങ്കിൽ വിവാഹം വളരെ എന്താണ് വിവാഹത്തിലൂടെയാണ് അവർക്ക് പൂർണ്ണത, ഒരു പൗരോഹിത്യത്തിൽ പൂർണ്ണതയിലോട്ടൊക്കെ കടന്നു പോകുന്ന സ്ഥലമുണ്ട്. കാരണം പൗരസ്ത്യ മതങ്ങളൊക്കെയും കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അവിടെ അച്ഛനായാലും വിവാഹം വളരെ ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? കുറച്ചുകൂടെ ഭീകരമായിരിക്കും. അവിടെ പള്ളി എന്ന സ്ഥാപനം, കുടുംബം എന്ന സ്ഥാപനം എല്ലാം കൂടെ വേറൊരു തരത്തിൽ വരും. ഈ ഇത്തരത്തിൽ തന്നെ എന്താണ് ഇപ്പോൾ സ്പിരിച്വാലിറ്റിയെ പല രീതിക്കാണ്. ഇപ്പോൾ ഓഷോയുടെ പ്രസ്ഥാനങ്ങൾക്കകത്ത് എന്താണ് ഹോമോസെക്ഷൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാം. സദ്ഗുരുവിൽ ചിലപ്പോൾ അത് കാണാൻ പറ്റിയെന്ന് വരില്ല. ശ്രീ രവിശങ്കർ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടാവാം. ഇപ്പോൾ മാതാമന്ദമയുടെ എപ്പോൾ ചോദിച്ചപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടിയാണ് കിട്ടിയെന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല എന്നുള്ള രീതിക്കുള്ള സംഭവം. മുൻപത്തെ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ക്യൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മതസ്ഥാപനങ്ങൾ, മതനിലപാടുകളുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് പോപ്പിൻ്റെ നിലപാട് തന്നെയും അത്തരത്തിലൊരു ഉദാഹരണമാണ്. അതിനെ അംഗീകരിക്കാത്തവർ ഇവിടുത്തെ പല പല കത്തോലിക്ക ക്രിസ്ത്യാനികളും പോപ്പ് എന്ത് പറഞ്ഞാലും ശരി ഞങ്ങൾ കേൾക്കില്ല എന്ന് പറയുന്ന രീതിയിലോട്ട് ഇവിടെയും നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്യൂർ മനുഷ്യർക്ക് ഓപ്പൺ ഔട്ട് ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണോ, എളുപ്പമാണോ? എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? എല്ലാ കാലത്തേക്കാളും എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും സർവൈവ് ചെയ്യാൻ നമ്മുടെ സർവൈലൻസ് വളരെ കൂടി നിൽക്കുന്നൊരു കാലമാണ്. മറ്റെന്ന് വെച്ചാൽ നമ്മളെ ഇടപെടുത്തുന്ന മനുഷ്യർ നമ്മൾ കാണുമ്പോൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അടക്കം നമുക്ക് ഇങ്ങനെ നിരന്തരം കമൻറ്റുകൾ, ഒരു കമൻ്റ് ഇടുന്നവർക്ക് ഇട്ടിട്ടങ്ങ് പോയാൽ മതി. പക്ഷേ അത് കാണുന്നവർക്ക്, വായിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രസ്, ട്രോമ ഒക്കെ വളരെ കുറേ കാലത്തോടെ നിൽക്കും. ക്യൂർ മനുഷ്യർക്ക് കൂടുതൽ ആൾക്കാർക്കും ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങളിലോട്ട് സ്ട്രെസ്, ട്രോമ, ഡിപ്രഷൻ ഒക്കെ കടന്നു പോകുന്ന അവസ്ഥ വരുന്നത് ഈ പറയുന്ന സ്ട്രെസ് കൂടുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെയുണ്ട്. സൈക്കോളജിയിലും ട്രോമ സ്റ്റഡീസിലൊക്കെ പറയുന്നതാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് വ്യക്തിപരമല്ല, സമൂഹം നമുക്ക് തരുന്നൊരു സ്ട്രെസ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഏത് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവല് മാറും. ഇതൊന്നും ഇൻബോൺ അല്ല, ഏത് സമൂഹത്തിൽ നിലനിൽക്കുന്നോ അതനുസരിച്ചുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഞാനെന്ന മുസ്ലിം വ്യക്തി നോർത്ത് ഇന്ത്യയിലാണ് ജീവിക്കുന്നത് എങ്കിൽ, യു പിയിലാണ് എങ്കിൽ എനിക്കുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ് ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിരിക്കും. ഞാൻ വിശ്വാസിയാണോ അല്ലേ എന്നുള്ളതെന്നുള്ള ഇതല്ല. എനിക്കിവിടെ ഇപ്പോൾ ബീഫ് കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഇതേ അവസ്ഥയല്ല ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയി എനിക്ക് ഒരു വാടക വീട് അന്വേഷിച്ചാൽ കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ എൻ്റെ സ്ട്രെസ് വേറൊരു തരത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പണപ്പ് ആവുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രശ്നം തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് എന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്.
ഇപ്പോൾ കൂടുതലും എന്താണ് ഒരു ധൈര്യം കാണിച്ചാൽ ഓപ്പൺ അപ്പ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന നാടാണ് കേരളമെന്ന് പൊതുവിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കുറേ പേരെങ്കിലും പറയാനുണ്ട്. പക്ഷെ ആ ധൈര്യം കാണിക്കുക എന്നുള്ളതിന് എത്ര എനർജി വേണമെന്നുള്ളത് ഭീകരമാണ്. കാരണം ആ ധൈര്യത്തെ കെടുത്താനാണ് സിസ്റ്റംസ് നിലനിൽക്കുന്നത്. നിങ്ങൾ ഹോമോസെക്ഷലായിട്ട് ജീവിക്കുക എന്നുള്ളതിനേക്കാളും നിങ്ങൾ ഹോമോസെക്ഷലായിട്ട് അറിയപ്പെടരുത് എന്നുള്ളതാണ് ഈ പറയുന്ന എപ്പോഴും ഒരു സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതിനെ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഓപ്പൺ അപ്പ് ആവുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ എന്താണ്, ഞാനൊരു ഹോമോസെക്ഷൽ ആണെന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോലും ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും. എന്താണ്, ഇപ്പോൾ ഫേമസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നെ എനർജിയെ പോലെ അവർ റദ്ദ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ അപ്പ് ആവുക എന്ന് പറയുന്നത് പലപ്പോഴും പൊളിറ്റിക്കലി ആവശ്യമാണ്. കാരണം മനുഷ്യർ മുന്നോട്ട്, ഇപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് കേട്ടൊരു വ്യക്തിക്ക് ധൈര്യം വരികയാണെങ്കിൽ ആ ഒരു കണക്ഷൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ക്യൂർ മനുഷ്യൻ തൊട്ട് അവസാനത്തെ ക്യൂർ മനുഷ്യരിലേക്ക് വരെ ഒരു പാത്തുണ്ട്. അതിങ്ങനെ കടന്ന് പോകുന്നുണ്ട്. അത് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആവുന്നത് പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് പേര് കമ്മിങ് ഔട്ട് ചെയ്ത് വരുന്നത് വഴി ഉണ്ടാകുന്ന ഗുണം ഈ പറയുന്ന കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമ്മിങ് ഔട്ട് ചെയ്തിട്ടും കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്നൊരു സംഭവം നടക്കുന്നില്ലെങ്കിലും പ്രശ്നമാണ്. ഒരുപാട് പേര് കം ഔട്ടാണ്, ഒരുപാട് പേര് ഹോമോസെക്ഷൽ മനുഷ്യരായിട്ടോ ട്രാൻസ്ജെൻഡർ മനുഷ്യരായിട്ടോ ഒക്കെ സമൂഹത്തിലുണ്ട്. അവർ തമ്മിൽ പരസ്പരം ഇടപെടുകയോ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസാക്ഷനോ നടക്കുന്നില്ലെങ്കിലും പ്രശ്നമാണ്. ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് ക്യൂർ വ്യക്തികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധൈര്യം വേണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ധൈര്യം കെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ കമ്മ്യൂണിറ്റിക്ക് നേരെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിനെ പറ്റി ചോദിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അത്രയും ഭീകരമാണ്. പല പല വാക്കുകളുണ്ട്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊരു പക്ഷേ അനസിനെ അറിയായിരിക്കുമല്ലോ. ഒരു ഗേ ആണെന്ന് ഓപ്പൺലി പറയുന്നൊരു വ്യക്തിയെ എന്ത് വാക്കുകൊണ്ടായിരിക്കും ആക്രമിക്കുക എന്ന് സ്വാഭാവികമായിട്ട് അനസിനറിയാം. പിന്നെ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, ഇന്നത്തെ കാലത്ത് ഇത്തരം ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിൻ്റെ പാറ്റേൺ നോക്കിയാൽ അതിൽ ഫുള്ള് ഞാനും താങ്കളും അടങ്ങുന്ന ഒരു ജനറേഷനാണ് കൂടുതലും, ഭയങ്കരമായ യുവാക്കളാണ്. സോ ആ ഒരു എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ് എന്തുകൊണ്ട് യൂത്തിൽ നടക്കുന്നില്ല? എന്തുകൊണ്ടാണ് യൂത്ത് മാത്രം ഈ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ, യൂത്ത് മാത്രമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, പക്ഷേ മെജോറിറ്റി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നമ്മളെപ്പോലുള്ള ഒരുപാട് യുവാക്കൾ ഇങ്ങനെ ആക്രമിക്കുന്നതാണ്. സോ എന്തുകൊണ്ടായിരിക്കും ഒരു യൂത്ത് പർട്ടിക്കുലർലി ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്നത്? യൂത്തിൻ്റെ പ്രധാനപ്പെട്ട, ഞാനടക്കമുള്ളത് നമുക്കെക്കാളും ചെറിയ, ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന തലമുറ ഒക്കെ അടക്കമുള്ളവരുടെ ഏത് തലമുറയുടെയും വളർച്ചാഘട്ടത്തിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ നമ്മളെ പോർട്രേ ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ഇമേജ് ബിൽഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം വീക്ക് എന്ന് സോക്കോൾഡ് വിചാരിക്കുന്നതിനെ എതിർക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്ത്രീയെ എതിർക്കുന്ന ഒരു പുരുഷനെ എന്താണ് ഉത്തമ പുരുഷനായിട്ട് കാണുന്ന ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതായത് പെണ്ണിനെ എത്രത്തോളം അടിച്ചമർത്തുന്നു അത്രത്തോളം നീ ഭയങ്കര സൂപ്പറാണ് എന്ന് പറയുന്ന ഒരു സംഭവം. എത്രത്തോളം ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചെയ്ത് വിളിക്കുന്നു അത്രത്തോളം നീ അവരുടെ അടുത്ത് പോകാത്ത മാന്യനാണ്. എത്രത്തോളം ഈ പറയുന്ന എന്താണ്, ഇപ്പോൾ ജാതിപരമായി ചിന്തിക്കുന്നവരാണെങ്കിൽ നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ അല്ലാത്തപ്പോൾ അവരുടെ മാത്രം കൂട്ടത്തിലിരുന്ന് എന്താണ് ജാതി വിരുദ്ധത എന്നുമല്ല, എന്താണ് അവർക്ക് സോക്കോൾഡ് ഇൻഫീരിയർ എന്ന് അവർ കണക്കാക്കുന്ന ജാതി മനുഷ്യരെ കുറിച്ച് എന്താണ് ചീത്ത വിളിക്കുന്നതൊക്കെയും അവരിൽ ഉണ്ടാക്കുന്ന ഒരു സുപ്പീരിയർ ബോധങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ തന്നെ, അതായത് ഞാൻ എന്താണ് വളരെ അടിപൊളിയായൊരു വ്യക്തിയാണ് എന്ന് ഉള്ളൊരു സാധനം കൊണ്ടുവരാൻ ഈ ടീനേജ് അടക്കമുള്ള ഇടത്തു നിന്ന് തന്നെ ആളുകൾക്ക് തോന്നുന്നത്, അതായത് കമ്പാഷൻ എന്ന് പറയുന്നത് വലിയൊരു മോശം ആയിട്ടുള്ള ഒരു വൈകാരികതയായിട്ട് പലരും കാണാറുണ്ട്. അതായത് നമ്മൾ എത്രത്തോളം അഗ്രസീവ് ആകുന്നോ അത്രത്തോളം, ഞാൻ ഒരു കൂടുതൽ മെയിൽ ജെൻഡറിനെ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലാത്തത് കൊണ്ട് എങ്കിലും ഇപ്പോൾ കൂടുതൽ സംസാരിച്ചത് ഈ പറയുന്ന അഗ്രസീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, പണ്ടെപ്പോഴോ ഫേസ്ബുക്കിലപ്പോൾ എഴുതിയിട്ടുള്ള സാധനമാണ്. അതായത് നമ്മുടെ കോളേജിൽ ആണെങ്കിലും എന്താണ് ഒരു കുപ്പി വെള്ളമോ ഉച്ചയ്ക്ക് ചോറ് കൂതിയോ കൊണ്ടുപോയാൽ പോലും ആണത്തത്തെ അത് എന്തോ തരത്തിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് ആൺകുട്ടി. ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് പോവുക എന്ന് പറയുന്നത് എന്തോ വലിയ ആണത്തത്തെ ബാധിക്കുന്ന ഒരു സാധനമായിട്ട് ചിന്തിക്കുന്ന കുട്ടികൾ. കുടിക്കാൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകുന്നത് വിഷം, എന്താണ് വെള്ളം കുടിക്കാതെ തൊണ്ട വരണ്ടാനും ശരി, സ്വന്തം കയ്യിലൊരു കുപ്പി വെള്ളം ഉണ്ടാകുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശം സാധനമാണ്. ബസ്സിൽ കയറിയാൽ ഫുട്പാത്ത് നിൽക്കാതെ പോയി അകത്തോട്ട് കയറി നിൽക്കുന്നതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. വണ്ടി ഓട്ടിക്കുമ്പോൾ ഒരു പെൺകുട്ടി തന്നെ ഓവർടേക്ക് ചെയ്ത ഒരു പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ വളരെ എന്താണ് വളരെ ഫ്രജൈലായിട്ടുള്ള ആണത്ത ബോധമാണ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് ആണത്ത ബോധം, അതുകൊണ്ടാണ് പാട്രിയാർക്കിയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന്
പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നേരെ ബാറ്ററി ഇറക്കി ചീത്ത വിളിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് എന്തുമായിട്ട് എന്ത് ബന്ധവും ചോദിക്കുമ്പോൾ ഇത്തരം സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ആണത്ത ബോധം എന്ന് പറയുന്നതിനെ നിലനിർത്താനാണ് ഈ പറയുന്ന അഗ്രസീവ്നെസ്സിൻ്റെ ഭാഷയിൽ ക്യൂർ വിരുദ്ധത, ട്രാൻസ് വിരുദ്ധത, ദളിത് വിരുദ്ധത ഒക്കെയും പറയുന്നത്. ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആവുന്ന മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മാസ്കുലിനിറ്റിയുടെ പട്ടം കിട്ടുന്നു എന്ന് പറയുന്നൊരു ഇടമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ കാണാതെ ഇതിനോടൊന്നും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇതുപോലും അവരൊരാളെ ചീത്ത വിളിക്കുന്നത് വഴി അവർ വിചാരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ ഉയർന്നു, ഒരാളെ താഴ്ത്തിക്കൊണ്ടേ നമുക്ക് ഉയരാൻ പറ്റും. ഒറ്റയ്ക്കൊരു ലോകത്ത് ആർക്ക് ഉയരാൻ പറ്റില്ല. രണ്ട് മനുഷ്യരുണ്ട്, രണ്ട് പേരിൽ ഒരാൾക്ക് ഉയരണമെങ്കിൽ മറ്റേയാളെ പിടിച്ച് താഴ്ത്തണം. ഈ ഒരു എന്താണ് മെൻറ്റാലിറ്റിയുടെ വളരെ വികസിച്ച രൂപമാണത്. അപ്പം അതിനകത്ത് ഈ പറയുന്ന മതത്തെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. ബേസിക് സാധനം ഈ സൈക്കോളജിയെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേക്ക് മതം എന്ന് പറയുന്നതിനെ വിശ്വസിക്കുകയേ ഇല്ലാത്ത മനുഷ്യരുടെ കമൻറ്റുകളും റിഗ്രസീവ് തന്നെ ആയിരിക്കാം, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അത് അവരുടെ മതത്തെ പറയുന്ന, അവരുടെ മതവിശ്വാസത്തെ എന്താണ് വളർത്തുന്ന രീതിയിൽ അവരിതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ഈ ആൽഫ മീൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്സിൻ്റെ അകത്തുള്ള പ്രൊഫൈലുകൾ തന്നെയാണ് ഇത് വളർത്തുന്നത്. ഇത് ആരാണ് ഇപ്പോൾ ഈ പറയുന്ന കമൻസിൽ 95% ഫേക്ക് അക്കൗണ്ടുകളും എന്താണ് ഇന്ന് റിപ്പോർട്ടാക്കപ്പെട്ട് പൂട്ടപ്പെട്ട് ഇന്ന് വീണ്ടും തുറന്ന് അതിനുവേണ്ടി നിരന്തരം ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള എനർജി അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ക്യൂർ മനുഷ്യർക്ക് ഇതിനുള്ള എനർജി ഇല്ല. കാരണം ഇതിനെതിരെ എപ്പോഴും കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനർജി ഇല്ല. ഇവർക്ക് എനർജി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ഇവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ, എനർജി നഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ക്യൂർ മനുഷ്യർ ആ സ്പേസിൽ നിന്ന് വളരെയധികം എക്സോസ്റ്റഡ് ആകപ്പെടുന്നുണ്ട്. ഒരു ക്യൂർ വ്യക്തി മരിച്ചാൽ അത്രയും സന്തോഷം എന്ന് പറയുന്ന കമൻറ്റുകൾ അവരിടുന്നുണ്ട്. അവർക്കതിൻ്റെ പിന്നിലെ കമ്പാഷൻ ഇല്ലായ്മയെക്കുറിച്ച് ഒന്നും ഒരു തരത്തിലും ചിന്തയില്ല. അതായത് ജസ്റ്റ് ഒരു കമ്പാഷൻ ഉണ്ടായാൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് പരിഗണിക്കാനുള്ള കമ്പാഷൻ മാത്രമേ മതി, അല്ലാതെ ഇവരോട് വലിയ സാധനങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും പുച്ഛമാണ്. അതിൻ്റെ വലിയ ഇൻ്റർനാഷണൽ ഇമേജാണ് ബിഷപ്പിൻ്റെ സംസാരവും ട്രംപിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്കൊരു കരുണയുണ്ടായി കൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ള മറുപടി എന്താണോ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇത്തിരി കരുണ ഉണ്ടായിക്കൂടെ എന്ന് ഇവരോട് ആരെങ്കിലും ചോദിച്ചാലും അത് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് വലിയ പ്രതീക്ഷ വെക്കണമെന്ന് ചോദിച്ചാൽ ഒരു കാലത്തും ആരും പ്രതീക്ഷ വെച്ചിട്ടൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇന്നത്തെ കാലത്ത് ഞാനടക്കമുള്ള ഓരോ വ്യക്തിയും എന്താണ് ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ള അത് നമുക്ക് എന്താണ് ബോധ്യമുണ്ട്. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി മാത്രം മതി ഇന്ത്യ എന്ന രാജ്യത്ത്. ഇൻ്റർനാഷണലിയും നമുക്ക് എന്താണ് ഇതിനേക്കാളും വലിയ ഫാക്റ്റുകൾ എന്തൊക്കെയുണ്ട്. എപ്പോഴും നമ്മളെക്കാളും സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തയാണ് മുന്നോട്ട് വെക്കേണ്ടതെന്നാണ് ക്യൂർ പൊളിറ്റിക്സ് എപ്പോഴും പറയുക. എന്താണ് ക്യൂററായിട്ടുള്ളൊരു സെക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടി എപ്പോഴും ചിന്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ടായെന്ന് കരുതി നിർത്തി പോകേണ്ടതല്ല ഈ പറയുന്ന ചിന്ത. ഇപ്പോൾ ഈ പറയുന്ന 2018 ശേഷം ഇന്ത്യൻ LGBT രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ ഡ്രോബാക്ക് അത് തന്നെയായിരുന്നു. ഇപ്പോൾ ക്രിമിനലൈസേഷൻ മാത്രം പ്രശ്നമായിരുന്ന കുറേ സവർണ എലൈറ്റ് ഗേ ലെസ്ബിയൻ മനുഷ്യർക്ക് അതോടുകൂടി എല്ലാം കിട്ടി. അവർ ആക്ടിവിസത്തിൽ നിന്ന് മാറി. പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു എന്താണ് ആ കൂട്ടം വളരെ ചിതറിപ്പോയി. ഇനി അവർക്ക് മാരേജ് റൈറ്റ്സ് മാത്രം മതി ഈ പറയുന്ന ബാക്കിയുള്ളതൊന്നും അവരെ സംബന്ധിച്ച് ആവശ്യമില്ല. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പല അവകാശങ്ങൾ, ജോലി, റിസർവേഷൻ, മറ്റു കാര്യങ്ങൾ എന്താണ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ, അതും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല ബാക്കി എല്ലായിടത്തുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന ഹറാസ്മെൻറ്റ് ഉണ്ടായാൽ അതിനെതിരെ വേണ്ട സാധനങ്ങൾ, വളരെ എലൈറ്റ് പ്രിവിലേജഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് അതിൻ്റെ ആവശ്യം മനസ്സിലാവുന്ന വരില്ല. അപ്പോൾ ഒരു കാലത്തും എന്താണ് ഒരു ആക്ടിവിസവും നിലച്ചു പോകുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. ആക്ടിവിസം ഇല്ലാതായ ലോകം അത്രയും പെർഫെക്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സാധനവും ഇങ്ങനെ നമ്മളെല്ലാം നിർമ്മാർജ്ജനം ചെയ്തെന്ന് പറയുമ്പോഴും അവിടെ ഉണ്ടാകാം. നമ്മൾ ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്തു, പോളിയോ നിർമ്മാർജ്ജനം ചെയ്തു, ഇപ്പോഴും എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കിയെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ഇതൊക്കെ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനമാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി എന്ന് പറയാൻ പറ്റുന്ന സാധനമല്ല. അതുണ്ടാവാം. മനുഷ്യർ ഇടപെടുമ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ ഇടപെട്ടാൽ അവിടെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും. അവർ തമ്മിൽ എന്തൊക്കെ ഉണ്ടാകും. അത് ആഗോളപരമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.